വനദേവത എന്ന ചിത്രത്തിലെ സ്വർഗം താണിറങ്ങി വന്നതോ എന്ന ഗാനത്തിനെ അനുസ്മരിപ്പിക്കും വിധമാണ് കോട്ടപ്പാറയിലെ കാഴ്ചകൾ. പുലർച്ചെ 1 മണിക്കൂറോളം നിൽക്കും ഈ ദൃശ്യഭംഗി. സൂര്യോദയത്തിൽ വരുന്ന രശ്മികൾ മഞ്ഞിൻ പാളികളിൽ തട്ടി പ്രതിഫലനമുണ്ടാകുമ്പോൾ വിവിധ നിറത്തിലുള്ള കാഴ്ച കാണാൻ പുലർച്ചയെ തന്നെ ആളുകൾ എത്തി കാത്തിരിക്കും. സമൂഹമാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകളും ഫോട്ടോകളും കണ്ടാണ് കാഴ്ചക്കാർ എത്തുന്നത്. അതിലും മനോഹരമാണ് നേരിട്ടുള്ള ദൃശ്യഭംഗി. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ വൈകിട്ടുള്ള മഴ കഴിഞ്ഞാൽ പുലർച്ചെ മഞ്ഞുകൊണ്ട് നിറയും. വണ്ണപ്പുറവും പരിസരവുമാണ് കോടമഞ്ഞിൽ പുതയ്ക്കുന്നത്. വലിയ മൊബൈൽ ടവർ വരെ മൂടി മഞ്ഞു നിറയുന്ന കാഴ്ച പ്രകൃതി സ്നേഹികളുടെ മനം കുളിരും. വണ്ണപ്പുറം മുള്ളരിങ്ങാട് വഴിക്കാണ് കോട്ടപ്പാറ മല. 5 കിലോമീറ്റർ മല കയറി കുരിശുപള്ളിക്കവലയിൽ നിന്നും 500 മീറ്റർ നടപ്പുവഴിയുമുണ്ട് പാറയ്ക്ക് മുകളിലെത്താൻ. എറണാകുളം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ തുടങ്ങി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ബൈക്കുകളിലാണ് കാഴ്ചക്കാർ അധികവും വരുന്നത്. നല്ല വൈബുള്ള സ്ഥലമാണ് എന്നാണ് യുവജനങ്ങളുടെ അഭിപ്രായവും. ഞങ്ങളിങ്ങനെ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതാണ്, രാവിലെ ഇങ്ങനെ പോകുന്നു. അപ്പൊ നല്ല വൈബുള്ള സ്ഥലമാണ്. ഇതുപോലെ കോടയും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് കണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് വരാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതെ, എല്ലാവർക്കും കൂടി ഫാമിലി ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് അധികം ഈസി ആയിട്ട് വരാൻ പറ്റും. വലിയ കയറ്റമൊന്നുമില്ല, നല്ലൊരു സ്ഥലമാണ്. വഴി നല്ലതാണ്. അതെ, അപ്പോൾ എന്തായാലും വന്നതിലും നിരാശയൊന്നും തോന്നില്ല. നല്ല രസകരമായിട്ടൊരു വ്യൂ ആണ്. അത്യാവശ്യം സമയം ചെലവഴിക്കാൻ പറ്റിയൊരു രസമുള്ള സ്ഥലമാണ്. ഇതുപോലെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഒത്തിരി അങ്ങനെ എക്സ്പ്ലോർ ആവാത്ത സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ളത്. അത് പരമാവധി പേരിലേക്ക് എത്തിയതിനാൽ പുതിയ കാലത്ത് ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു സഹായം വളരെ വലുതാണ്. പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചാണ് പലരും വന്നു ചേരുന്നത്. ചിലർ തലേ ദിവസം വന്ന് ടെന്റ് അടിച്ച് താമസിക്കാറുമുണ്ട്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ സൗകര്യമില്ല എന്നത് ഒരു കുറവാണ്.